ശാഖ പ്രസിഡന്റ് സി.എച്ച്. മുസ്തഫ മൗലവി, നമ്മുടെ ശാഖയുടെ നിരീക്ഷകരും ഏരിയ സെക്രട്ടറിമാരിൽ ഒരാളുമായ സി.എച്ച്. മുസ്തഫ മാനി, മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷൻ ബഹുമാനായ മുജീബ് ഉസ്താദ് അടക്കം, ഈ മദ്രസയുടെ ഉസ്താദ് അടക്കമുള്ള ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, ഇന്ത്യയുടെ അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിയ പ്രിയപ്പെട്ട പ്രതിഭകൾ, SYS ഇരിക്കൂർ പ്രൊഫഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കപ്പെട്ട സംഘടനാ ശാക്തീകരണ സംഗമം, അതുപോലെ തന്നെ നമ്മുടെ ഈ ശാഖാ പരിധിയിൽ നിന്ന് പൊതുപരീക്ഷ, SSLC പരീക്ഷ എന്നീ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പ്രതിഭകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ ശാഖാ പരിധിയിൽ നിന്ന് സമസ്തയുടെ കീഴ്ഘടകമായ SPB-യുടെ ജില്ലാ സാന്നിധ്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 2 പ്രതിഭകൾ, ഇവരെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ മഹത്തായ ചടങ്ങ്. ഇന്ന് അസ്രസ്കാരം കഴിഞ്ഞ ഉടനെ ഇരിക്കൂറിന്റെ പ്രകാശമായ മഹാന്മാർ അന്ത്യവിശ്രം കൂടുന്ന കുന്നുമ്മൽ മക്കാം സിയാറത്തോടുകൂടിയാണ് ഈ മഹത്തായ പരിപാടി തുടക്കം കുറിച്ചത്. അഭിവന്ദനായ മുനീർദാദിയുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച സിയാറത്ത് ശേഷം നമ്മുടെ ഈ മദ്രസയുടെ ഉസ്താദ് പതാക ഉയർത്തലോടുകൂടി ആരംഭിച്ച് ബഹുമാനായ നമ്മുടെ മജ്ലിസിന്റെ അമീർ മുജീബ് ഉസ്താദിന്റെ മജ്ലിസിന്റെ ഒരു പരിപാടിയും ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ഈ ശാക്തീകരണ സംഗമവും അവാർഡ്ദാന പരിപാടിയുമാണ് ഇവിടെ നടക്കാറുള്ളത്. എത്രയും വേഗം ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മളോട് സംസാരിക്കേണ്ട അഭിവന്ദനായ മുത്തറായി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അതിനു മുമ്പായിട്ട് ബാക്കി എല്ലാ ചടങ്ങുകളും ഇവിടെ നമുക്ക് നടത്തി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ ശക്തമാക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമാണ്. വിശുദ്ധ ഇസ്ലാം കാലാന്തരങ്ങളിൽ നേരിട്ട വെല്ലുവിളി അതിന്നും അനുസരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് നമുക്ക് വർത്തമാനകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഓരോ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെതിരായിട്ട് ഓരോ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഓരോ ആരോപണങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ പടച്ചുവിടുന്നു എന്നുള്ളത് നമ്മൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ വിശുദ്ധ ഇസ്ലാം വെല്ലുവിളികളുടെ പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് കടന്ന് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട്, നമ്മുടെ ഇസ്സത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്ന് ചരിത്രം നമ്മോട് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇന്നിന്റെ അവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുപാട് കെട്ടുകഥകൾ മെനഞ്ഞുണ്ടാക്കി ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി, എഴുത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായും സുന്നി യുവജന സംഘം പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശാക്തീകരണ സംഗമം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദുർശാഖയുടെ സംഗമമാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ എല്ലാ ശാഖകളിലും നമുക്ക് സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കി അതിന് നേരിടാൻ സജ്ജമാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ലവ് ജിഹാദിന്റെ പേരിലാണ് നമ്മെ ഏറെ ക്രൂശിച്ചത്. ഇപ്പോൾ ഇസ്ലാമിന്റെ ബദ്ധ ശത്രുക്കൾ വീണ്ടും മറ്റൊരു ജിഹാദ് ഇവിടെ പടച്ചുവിട്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞവർക്കും പറയാൻ സാധിക്കില്ല, ഏറ്റുപിടിച്ചവർക്കും പറയാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും, അവരുടെ ലക്ഷ്യം ഇസ്ലാമിനെ വീഴ്ത്തലാണ്, ഇസ്ലാമിന്റെ ഇസ്സത്ത് തകർക്കലാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പരമാർത്ഥം എന്നുള്ളത്
വിശുദ്ധ ഇസ്ലാം ലോകത്ത് പ്രത്യേകിച്ച് കേരളക്കരയിൽ വളരെ അഭിമാനകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നൊരു സാഹചര്യം എല്ലാവരും മനസ്സിലാക്കിയതാണ്. വിദ്യാഭ്യാസപരമായും സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും എല്ലാം വിശുദ്ധ ദീൻ വളരെ കെട്ടുറപ്പോടുകൂടിയാണ് കേരളക്കര അടക്കമുള്ള പ്രദേശങ്ങളിൽ മുന്നോട്ട് പോകുന്നു. ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ആ അലോസരപ്പെടുത്തലിൽ നിന്നാണ് ഇസ്ലാമിനെതിരായിട്ട് ഇത്തരം കിംവദന്തികൾ പടച്ചുവിടുന്നത്. ഇത് മനസ്സിലാക്കി ഇസ്ലാമിന്റെ യഥാർത്ഥമായ വശങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത നമ്മൾ ഓരോരുത്തരും മാനിച്ചെടുക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്. അതിലേറ്റവും അഭികാമ്യമായിട്ടുള്ളത് വിജ്ഞാനം നേടുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ മേഖലകളിലും നമ്മുടെ മക്കൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. ഭൗതികപരമായ വിദ്യാഭ്യാസം കൂടുതൽ ആർജിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലേക്കും നമ്മുടെ ആളുകൾ എത്തിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിന്റെ ഉപോത്ഭകമായ ഒരുപാട് കർമ്മ പദ്ധതികൾ SKSS അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അത് നമ്മുടെ മഹല്ലകളിൽ കൂടി നടപ്പിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ള വലിയ ദൗത്യമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നിർവഹിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. SOS ടൗൺ ശാഖ കമ്മിറ്റി വിവിധ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് ഈ മഹത്തായ ക്യാമ്പ് സംഗമം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സുദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കിടക്കുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ മഖാം സിയാറത്തിന് ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പതാക ഉയർത്തൽ നിർവഹിച്ച ഉസ്താദ് അബ്ദുറഹിമാൻ ദാരിമി അദ്ദേഹത്തെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് SYSന്റെ ശാഖാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുസ്തഫ മൗലവി CH അവர்களാണ്. അദ്ദേഹത്തെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് അഭിവന്ദനായ സയ്യിദ് മൻസൂർ കോയത്തങ്ങൾ അൽ-അസ്സരി അവர்களാണ്. അദ്ദേഹത്തെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സുന്നതജമാഅത്തിന്റെ വേദികളൊക്കെ പ്രസാരിത്യമായ ഈ മഹത്തായ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിലേറെ ത്യാഗം സഹിച്ച അഭിവന്ദനായ മൗലവി അഹ്മദ് തർലായി. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മജ്ലിസിനോട് നേതൃത്വം നൽകിയ മജ്ലിസിനോടിന്റെ അമീർ കൂടിയായ മുജീബ് ഉസ്താദിനെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്ന നമ്മുടെ അഭിവന്ദനായ ഈ ശാഖയുടെ വൈസ് പ്രസിഡന്റും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായ സാന്നിധ്യം, ഇന്ന് നമുക്ക് ചായ കടി എല്ലാം തന്ന് ഇവിടെ സൗകര്യങ്ങൾ ചെയ്തെന്ന അഭിവന്ദനായ TC കോയത്തങ്ങൾ അവരുടെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന SYSന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി MP ജലീൽ സാഹിബ്, അതുപോലെ തന്നെ ഏരിയ വൈസ് പ്രസിഡന്റ് CH മുസ്തഫ അമാനി, അതുപോലെ തന്നെ നമ്മുടെ ശാഖാ നിരീക്ഷകൻ ഏരിയ വൈസ് പ്രസിഡന്റ് മൻസൂർ മാസ്റ്റർ, നമ്മുടെ ശാഖാ നിരീക്ഷകൻ CH മുസ്തഫ അമാനി അടക്കം ഈ വേദിയിൽ എത്തിച്ചേർന്ന, അതുപോലെ തന്നെ നമ്മുടെ KMCCയുടെ പ്രതിനിധി കൂടിയായ സയ്യിദ് ഷാദുലി അടക്കമുള്ള എല്ലാ സഹപ്രവർത്തകന്മാരെയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഉസ്താദുമാർ, അഭിവന്ദനായ SYSന്റെ സഹപ്രവർത്തകന്മാർ, അവാർഡ് ഏറ്റുവാങ്ങുന്നവർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിച്ചേർന്നത് 10ാം തരം പൊതുപരീക്ഷയിൽ നമ്മുടെ ശാഖാ പരിധിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ റഹ്മാനിയ മദ്രസയിലെ വിദ്യാർത്ഥിനി ഫർസാനൊക്കെ, 7ാം തരത്തിൽ നിന്ന് റഹ്മാനിയ മദ്രസ വിദ്യാർത്ഥിനി ഫാത്തിമത്തിന്റെ الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സയ്യിദ് കോയത്തങ്ങൾ അവരുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട CH മുസ്തഫ മൗലവി, അതുപോലെ ഗതിയിലുള്ള ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഉസ്താദ്, അമാൻ ഉസ്താദ്, മൻസൂർ മാഷ്, ജലീൽ സാഹിബ്, അതുപോലെ താരിഖ് ഉസ്താദ്, അതുപോലെ സദസ്യരുമുള്ള ഉസ്താദന്മാരെ, SYSന്റെ നേതാക്കന്മാരെ, ഈ മഹത്തായ പരിപാടിയിൽ അനുമോദനം അതുപോലെ അവാർഡ് വാങ്ങാനെത്തിയ വിദ്യാർത്ഥിനികളെ, പ്രധാനുഭൂമത്താകാല
നമ്മളെല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല നീക്കി തരട്ടെ. ഈ പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മുടെ രാജ്യത്തിനെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ടും പ്രത്യേകിച്ച് കൊറോണ എന്ന് പറയുന്ന വൈറസിനെ തൊട്ടും അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ മക്കളെയും നമ്മുടെ നാട്ടിനെയും ലോകത്തിനെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അവസാനം അല്ലാഹു നമ്മളെല്ലാവരുടെയും ആത്മീയത്ത് നന്നായി ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ മഹത്തായ നിപ്പൂർ ടൗൺ ശാഖ സ്വയസിന്റെ മഹത്തായ സ്വയസ് ശാക്തീകരണ സംഗമം, അതുപോലെ അനുമോദനം അവാർഡൊക്കെ ഉള്ള നടത്തുന്ന ഒരു മഹത്തായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയത്. സ്വയസ് ശാക്തീകരണ സംഘം എന്ന് പറയുന്നത് ഒന്ന് സ്വയസിനെ ശക്തിപ്പെടുത്തുക, നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മീയത ശക്തിപ്പെടുത്താനാണ്. അത് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് പ്രബോധനം എത്തിക്കുക, അതുപോലെ തന്നെ പ്രബോധനം ആത്മീയമായിട്ടുള്ള മജ്‌ലിസ് നൂർ, അതുപോലെ ദിക്ർ, അതുപോലെ സ്വലാത്ത്, ഇതൊക്കെ ചെല്ലുക. രാവിലെ ചെല്ലേണ്ട ദിക്ർ, വൈകുന്നേരം ചെല്ലേണ്ട ദിക്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത് ദിക്ർ, ഇതൊക്കെ നമ്മളെ ജനങ്ങളിലേക്ക് ചെല്ലാനും അത് എത്തിച്ചു കൊടുത്ത് ഖൽബ് നന്നാകാൻ ഒരു വഴിയാണ് കൂടിയാണ്. അതാണ് ഒരു സംഘടനയും അതുപോലെ ശാക്തീകരണത്തിലുള്ള ഒരു മഹത്തായ ഒരു ശാക്തീകരണം എന്ന് പറയുന്നത്. ആത്മീയമായിട്ടുള്ള ഒരുപാട് ഇതാണ്. ആത്മീയത ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഒന്ന് ക്ലിയർ ആയി വരും. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നന്നാക്കി തരട്ടെ. നല്ല മനസ്സോടുകൂടി ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായി സ്വീകരിക്കപ്പെടും. അതുപോലെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മദ്രസ സംവിധാനമായാലും വിദ്യാഭ്യാസപരമായാലും ഓൺലൈൻ സംവിധാനമാണ്. ഓൺലൈനിൽ നടക്കുന്ന പരിപാടിയിൽ അതിന്റെ നല്ല വശങ്ങളും അതിന്റെ ഹറാമായ വശങ്ങളൊക്കെ പഠിപ്പിച്ച് നല്ല വശങ്ങൾ ചെയ്യുക. ഓൺലൈനിൽ കൂടെയൊക്കെ ഇപ്പൊ ഒരുപാട് തെറ്റായ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം പ്രചരിപ്പിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ അറിയാത്ത പോലെ ഒരു കാര്യം, ഒരു ന്യൂസ് കിട്ടുക, ഒരു കാര്യം കിട്ടുക, നമ്മൾ ഒട്ടേ അത് എന്താക്കും ഷെയർ ചെയ്യും. സത്യത്തിൽ അത് യഥാർത്ഥമാണോ അത് യഥാർത്ഥമല്ലേ നമ്മൾ ചിന്തിക്കില്ല. അപ്പൊ നമ്മളത് പ്രത്യേകമായിട്ട് അതും ഒരു ശാക്തീകരണമാണ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ ഹറാമായ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പൊ നമ്മൾ ചെറുപ്പക്കാരിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന്, അതുപോലെ ഹാൻസ്, അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ, അതൊക്കെ കുട്ടികളിൽ നിന്ന് ചെറുപ്പക്കാരിൽ നിന്ന് മാറ്റിയെടുക്കുക, അതൊരു നല്ലൊരു കാര്യങ്ങളാണ് നമ്മളൊക്കെ ചെയ്യുക. അതുപോലെ സ്പേസ് അതിനൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ്. അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളൊക്കെ ഖുർആൻ ഓതിപ്പിക്കുക. നമ്മൾ ഖുർആൻ ഓതാം, അത് നമ്മൾ ഖുർആൻ ഓതുക. നമ്മുടെ വീടുകളിൽ നമ്മൾ ഖുർആൻ ഓതാം, നമ്മുടെ ഭാര്യമാരെ കൊണ്ട് ഖുർആൻ ഓദിക്കുക, മക്കളെ കൊണ്ട് ഖുർആൻ ഓദിക്കുക, രാവിലെ നേരത്തെ സുബഹിക്ക് എഴുന്നേൽക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, എന്നിട്ട് കുട്ടികളെ കൊണ്ട് ഖുർആൻ ഓദിക്കുക, ഖുർആനുമായി ബന്ധപ്പെടുക. ഇത് നല്ലൊരു കാര്യം. ഇതൊക്കെ ആത്മീയമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനം ഒന്നായി കൊണ്ടുവരും. അതിനോടുകൂടെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സംഘടന എന്ന് പറയുന്നത് സ്വഭാവം ഏറ്റവും പ്രധാനമാണ്. നല്ല സ്വഭാവമായിരിക്കണം. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. പെട്ടെന്നുള്ള ദേഷ്യമൊക്കെ ഒഴിവായി നല്ല സ്വഭാവത്തിൽ പെരുമാറുക, ജനങ്ങളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുക. എത്ര വലിയ ദേഷ്യമുണ്ടെങ്കിൽ നല്ല സ്വഭാവത്തിൽ പെരുമാറിയാൽ നാളെ മീസാൻ എന്ന് പറയുന്ന തുലാശി ഏറ്റവും കൂടുതൽ കനപ്പിക്കുന്നത് ഹുസ്നുൽ ഖുൽഖാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. മുത്തുനബി ഏറ്റവും വലിയ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ആ മുത്തുനബിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുക, ആ മുത്തുനബി കാണിച്ചെന്ന മാതൃക നമ്മൾ പിൻപറ്റുക, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, നമ്മുടെ മക്കളിൽ പകർത്തുക. ആത്മീയമായിട്ടുള്ള നേരത്തെ ഇവിടെ മജ്‌ലിസിനൂർ നടന്നു. ആ മജ്‌ലിസിനൂർ നമ്മൾ വീടുകളിൽ കഴിക്കുക, ദിക്റുകൾ ചെല്ലുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, നമ്മുടെ മക്കളെ കൊണ്ട് ചെല്ലിപ്പിക്കുക. നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ ഖൽബ് നന്നാകും. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഖൽബിലേക്ക് ഖൽബ് ശുദ്ധീകരിക്കേണ്ട വഴി അത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് സ്പേസ് അതിന്റെ സംഘടന അതിന്റെ ശാക്തീകരിക്കുമ്പോൾ അതിന്റെ ശക്തിപ്പെടുത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അടക്കമുള്ള നമ്മളിൽ ഉണ്ടാവണം. അതുകൊണ്ട് കാര്യങ്ങൾക്ക് പ്രധാനമായി നമ്മൾ കണക്കിലെടുക്കുക. പരിശുദ്ധ ഖുർആനുമായി കൃത്യമായി നിസ്കരിക്കുക, ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമോ നിസ്കരിക്കുക, ഖളാഅാക്കാതെ അതായിട്ട് നിസ്കരിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാകുക, നമ്മളെ മക്കളെ കൊണ്ടത് ശീലിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുക. ഖുർആനുമായി ബന്ധപ്പെടുമ്പോ ഇപ്പൊ നമ്മൾ പറയുന്നില്ല വീടുകളിൽ എത്ര കിട്ടിയാലും മെച്ചപ്പാടില്ല. 200 കിട്ടിയാൽ 100 കിട്ടിയാൽ 200 ചെലവ്. എന്തുകൊണ്ടാണ്?
എത്ര കിട്ടിയാലും മറക്കത്തില്ല എന്ന് പറയുന്ന സ്വഭാവം നമ്മളുണ്ട്. എന്തുകൊണ്ടാണ്? ആ വീടുകൾ നമ്മൾ പരിശോധിച്ചാൽ എത്ര ആളുകൾ ഖുർആൻ ഓതുന്നവരുണ്ട്? രാവിലെ സുബഹിക്ക് നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകൾ എത്രയുണ്ട്? തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ എത്രയുണ്ട്? നമ്മുടെ മക്കളെ കൊണ്ടൊന്ന് ശീലിപ്പിക്കാൻ നമ്മൾ ആദ്യം ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൽബിലേക്ക് അല്ലാഹുവിന്റെ ഒരു ഈമാൻ പ്രകാശം ഉണ്ടാകണമെങ്കിൽ നല്ല മനസ്സോടുകൂടെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനം നന്നാവും, നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ വഇന്ന ഫിൽ ഖൽബി അലാ വഇന്ന ഫിൽ ജസദി മുദ്അൻ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സ്വലഹത്ത്, അത് നന്നായാൽ സ്വലഹൽ ജസദു കുല്ലുഹു, അവന്റെ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത്ത്, അത് ദുഷിച്ചാൽ ഫസദൽ ജസദു കുല്ലുഹു, അവന്റെ ശരീരം മുഴുവനും ഫസാദായി. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ വഹിയ അൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണ്. ഇപ്പൊ നമ്മളൊക്കെ ഇരിക്കുക, ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ അവസ്ഥ എന്താ? ഇപ്പൊ മരണം എന്ന് പറയുന്ന ഒരു കാര്യം ആലോചിക്കാം. തൊട്ട നിമിഷമാണ് മരണം. ആരൊക്കെ വൈകി ചെറുപ്പക്കാർ. ഇപ്പൊ കൊറോണ എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. ആ രോഗത്തിൽ നിന്നാണ് നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. എന്നാൽ അള്ളാഹിന്റെ ടൈമൊക്കെ നമ്മൾ വൈകി, ഉറപ്പാണ്. അത് മരണത്തിന് ചെറുപ്പമോ വയസ്സോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ മരണം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഹൃദയം, അതാണ് ഏറ്റവും പ്രധാനം. ഹൃദയം നല്ല ആ ശരീരത്തിലുള്ള മാംസ കഷ്ണം നന്നായി, ആരോടും അസൂയില്ലാത്ത, ആരോടും കിബറില്ലാത്ത, ആരോടും പകയില്ലാത്ത നല്ലൊരു മനസ്സ് നമുക്ക് ഉണ്ടാകുമ്പോ അള്ളാഹുവിനെ ചോദിക്കാം. അള്ളാഹ് നോക്കിക്കൊണ്ടിരിക്കും നമ്മുടെ മനസ്സിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ആ നിലക്ക് നമ്മുടെ കൽബ് നമ്മൾ അള്ളാഹുവിനോട് പറയും. ഇപ്പൊ നമ്മൾ പള്ളിയിലേക്ക് കയറിയാൽ എന്താ ചുരുക്കാണ് അവസ്ഥ എന്താ? ഇപ്പൊ നമ്മുടെ മൊബൈലിൽ, ഇപ്പൊ നമ്മുടെ മക്കളുടെ അവസ്ഥയിൽ ഇപ്പൊ 4 ദിവസം വരെയാണെങ്കിൽ ഈ മൊബൈൽ കൊടുത്താൽ അവർക്ക് ചായ വേണ്ട, ഭക്ഷണം വേണ്ട, റൂമിൽ ഇരുന്നോളൂ ഫുൾ ടൈം. നാളെ ആഖിറത്തിലേക്ക് നമ്മൾ ഖബറിലേക്ക് മരിച്ചാൽ പോകുമ്പോൾ ആ ഖബറിലേക്ക് ഒരു മൊബൈൽ നമുക്ക് ഉണ്ടാവണം. ആ ഖബറിലേക്ക് പോകുന്ന മൊബൈൽ ഇതാണ്, ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഓതുക. അത് അതിനാ ടൈം കണ്ടെത്തുന്നില്ല. നമ്മുടെ മക്കളുടെ ഖുർആൻ ഓതിക്കാൻ ദേഷ്യപ്പെടും. ഈ മൊബൈലിൽ കളിക്കുന്നത് ഇപ്പൊ കുട്ടികൾ, നമ്മളെ ചെറിയ മക്കള് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്താ, നമ്മൾ ആദ്യം അവർക്ക് എന്തും അറിയാം, യൂട്യൂബ് ഓണാക്കാനും. 2-4 വയസ്സിലോ 3 വയസ്സിലോ കുട്ടികൾ, എന്നാൽ അവർ ഭക്ഷണം കഴിക്കുന്നത് എത്ര നിർബന്ധിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഉമ്മ ചെയ്യും, അത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി കുട്ടിക്ക് നോക്കും, ഉമ്മ വാരി കൊടുക്കും, കുട്ടിക്ക് കഴിക്കും. ശ്രദ്ധ മുഴുവനും ഇതിലാണ്. ഇതിനെല്ലാം എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. കുട്ടികളായാലും വലിയ ചെറുപ്പക്കാരിപ്പോ 12 മണി 1 മണി വരെ ഇതിലാണ്. സത്യത്തിൽ നമ്മൾ ചെക്ക് ചെയ്താൽ, പരിശോധിച്ചാൽ 60% കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതുകൊണ്ട് ദോഷം. ഇപ്പൊ പറയും, ഇപ്പൊ എല്ലാ സ്ഥാനം മൊബൈലല്ലേ ക്ലാസ് എടുക്കുന്നത്, മൊബൈൽ ഓൺലൈനിലാണല്ലോ പരിപാടി, എന്താ ചെയ്യാൻ? ഈ ചുറ്റുപാട് അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. അതുകൊണ്ട് ആ മൊബൈലിന്റെ നല്ല വശങ്ങൾ പഠിക്കാൻ, ആ നല്ല വശങ്ങളുടെ പ്രബോധനങ്ങൾ, നല്ല വയലുകൾ, നല്ല പ്രസംഗങ്ങൾ, അതിൽ നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കാൻ, ഹറാമായ കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ എല്ലാ തോന്നിയസുണ്ട്, എല്ലാ ഹറാമായ കാര്യങ്ങളുണ്ട്. കുട്ടികളെ യൂട്യൂബ് കൊടുത്ത എല്ലാ പരിപാടിയും കാണാം. അത് ആ കുട്ടികൾ പഠിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മരണം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഓർക്കുക. അതുപോലെ പള്ളിയിലേക്ക് നമ്മൾ കയറി, നമ്മുടെ അവസ്ഥ എന്താ? പള്ളിയിൽ കയറിയാലും ദുനിയാവിന്റെ വർത്തമാനമാണ് ഞാനതൊക്കെ പറയുന്നത്. പള്ളിയിൽ കയറിയാലും ദുനിയാവിന്റെ വർത്തമാനം. വാക്ക് കൊടുക്കുമ്പോഴും നമ്മൾ ഫോണിൽ തന്നെയാണ്. വാക്ക് കൊടുക്കുമ്പോൾ ഫോണിൽ ഇങ്ങനെ സംസാരിക്കും. ശരിക്കും അവസ്ഥ എന്താ? വാക്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ തെറ്റെന്തായാലും കുറ്റം എന്താണ്, അതിന്റെ ശിക്ഷ എന്താണ് മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അതോടൊപ്പം തന്നെ പള്ളിയിലേക്ക് കയറിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ പള്ളിയാണെന്ന് മനസ്സിലാക്കുക. ദോഷങ്ങളിൽ നിന്ന് വിട്ടൊഴിവായി, കുറ്റങ്ങളിൽ നിന്നും ഒഴിവായി, തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ അല്ലാഹുമായി കൂടുതൽ എടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അപ്പൊ നമ്മള് 2 ആൾ കൂടുമ്പോൾ 3-ാമത്തെ ഒരാളെ പറ്റി പരാമർശിക്കും. അത് നമ്മുടെ സ്വഭാവമാണ്. ഇത് കല്യാണ വീടായാൽ തിരക്കേടില്ല, മരിച്ച വീടായാൽ തിരക്കേടില്ല. നമ്മളിങ്ങനെ സംസാരിക്കും, സംസാരിച്ച് 2-3-ാമത്തെ ഒരാളെ പറ്റി പറയും. സത്യത്തിൽ നമ്മൾ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുന്നുണ്ടോ? നമ്മുടെ വിഭാഗത്തിൽ മുഴുവൻ നഷ്ടപ്പെട്ടോ? നമ്മൾ ആലോചിച്ചു. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെങ്ങാനും സാഹചര്യത്തിന് അടിമപ്പെട്ട് വ്യഭിചരിച്ചു പോയി, പെട്ടെന്ന് അവർക്ക് കുറ്റബോധം വന്ന മനസ്സോടെ ഞാൻ ചെയ്ത തെറ്റാണ്, ഉടനെ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല. ഒരാളെ പറ്റി പറഞ്ഞാൽ ആ പറഞ്ഞ വ്യക്തിയോട് മാപ്പ് കൊടുക്കുക, അവർ പൊരുത്തപ്പെട്ട് മാപ്പ് കൊടുക്കുന്നത് വരെ, മാപ്പ് നൽകുന്നത് വരെ ഇവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ അവസ്ഥ നമ്മൾ സ്വയം ആലോചിച്ചു. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ സംസാരം വർദ്ധിച്ചാൽ ദോഷങ്ങൾ വർദ്ധിക്കും. അവന്റെ പാവങ്ങൾ, ദോഷങ്ങൾ വർദ്ധിച്ചാൽ അവന്റെ ഹൃദയം മരിക്കും. സത്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഹൃദയം എത്രമാത്രം കറുത്തിട്ടുണ്ടാകും. ദിനംപ്രതി നമ്മുടെ ഹൃദയം എത്രമാത്രം കറുത്തിട്ടുണ്ടാകും. അങ്ങനെ
അദ്ദേഹം മരിച്ചാൽ അവൻ നരകത്തിലാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനം അള്ളാഹു തആല നന്നാക്കി തരട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹു തആല നന്നാക്കി തരട്ടെ. അവന്റെ പൊരുത്തത്തിൽ ജീവിച്ച് പൊരുത്തത്തിൽ മരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലിലുണ്ട്, വീടുകളിലുണ്ട്. വിശ്വാസപ്രദമായ ബന്ധപ്പെട്ട ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രദേശത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ പ്രചരണ രംഗത്തും സോഷ്യൽ വർക്ക് മേഖലയിലും വ്യക്തിത്വം തെളിയിച്ച സംഘടനാ സംവിധാനത്തിന്റെ മഹിമ വിളിച്ചോതിയ നമ്മുടെ സഞ്ജീവന സംഘത്തിന്റെ പ്രവർത്തനത്തിന് രൂപവും ഭാവവും നൽകുന്ന ഒരു പരിപാടിയാണ് ഇത് എന്ന് പറയാൻ കഴിയും. സംഘടനാ പ്രവർത്തനത്തിന് ശക്തി പകരുന്ന രൂപത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സംവിധാനം കാലഘട്ടം നമ്മളതാണ് പറയുന്നത്. ഒരുപാട് വിഷയങ്ങൾ സമൂഹത്തെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിനൊരു പൊതുവേദി എന്നതിന് SYS ഉയർന്നു വരണം. അത് തന്നെയാണ് ആഗ്രഹം. ഉയർന്നു വരാൻ കഴിയും. അതിനുള്ള സാഹചര്യം തന്നെയാണ് നമുക്ക് മുമ്പിലുള്ളത്. സമൂഹം നമുക്ക് വേണ്ടി ദാഹിക്കുന്നുണ്ട്. ആ ദാഹശമനത്തിനുള്ള പ്രവർത്തനമാണ് ഇവിടെ രൂപപ്പെടുത്താൻ പോകുന്നത്. അൽഹംദുലില്ലാഹ് അതെല്ലാം അല്ലാഹു അവന്റെ ഉൾപ്പെടെപ്പെട്ട അവനായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശാഖ പ്രസിഡന്റ് CH മുസ്തഫയുടെ വേദിക്ക് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സാരോപദേശം ചെയ്ത ബഹുമാനപ്പെട്ട SYS ഏരിയ പ്രസിഡന്റ് ആട്ടപ്പായത്താണ് പ്രഭാഷണം നൽകിയ മഹല്ലെ സെക്രട്ടറി മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് മാസ്റ്റർ, മദ്രസയിലെ സംസ്ഥാന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ താരിമി, ശാഖയുടെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ട ആട്ടപ്പോയ തങ്ങൾ, മറ്റു വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സഹപ്രവർത്തകരെ, ഇക്കോർ ഏരിയ കമ്മിറ്റിയുടെ ഒരു ചലിക്കുന്ന ശാഖയാണ് ഇക്കോർ ടൗൺ ശാഖ. കഴിവിന്റെ പരമാവധി എല്ലാ യോഗങ്ങളിലും ഒരു നിരീക്ഷകൻ എന്ന നിലക്ക് എന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഓരോ യോഗങ്ങളിലും വ്യത്യസ്തമായ തീരുമാനങ്ങളും സംഘടനയുടെ പുരോഗമനത്തിന് ആവശ്യമായ നാട്ടിന്റെ ദീനീയായ പുരോഗതിക്ക് വേണ്ടിയുള്ള പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു മീറ്റിംഗിലെടുത്ത തീരുമാനമാണ് ഈ ശാഖയുടെ സംഘടനാ രംഗത്ത് ഒരു ക്ലാസ് ആവശ്യമാണ്. സംഘടന ചലിക്കേണ്ടത് എങ്ങനെ, ഒരു സംഘാടകന്റെ ഉത്തരവാദിത്വം എങ്ങനെയെന്നുള്ള ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കണമെന്നും അതിലൊരു ക്ലാസ് എടുക്കാൻ, പ്രഭാഷണം നടത്താൻ ഒരാൾ വേണമെന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ കണ്ണൂർ ജില്ലയിൽ സംസ്ഥയെ കെട്ടിപ്പടുത്താൻ വേണ്ടി ഏറെ ത്യാഗം സഹിച്ച, വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ സമയത്തും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മൗലവി അഹമ്മദ് താറുള്ളാഹി ഉസ്താദിനെ ക്ഷണിക്കാമെന്ന തീരുമാനപ്രകാരം ക്ഷണിക്കുകയും അള്ളാഹുവിന്റെ തോതിൽ കൊണ്ട്
വെച്ചിട്ട് അവിടെ എത്തുകയും ചെയ്തു. ഇനി സമയം കവർന്നെടുക്കുന്നില്ല. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമസ്തയുടെ ദീൻ ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് വേണ്ടി അതിന്റെ ഖാദിമീങ്ങളായി വളരാനും പ്രവർത്തിക്കാനും നാം കൊണ്ട് തോഫീക്ക് ആമീൻ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ആശംസകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. അതിനുശേഷം പ്രിയപ്പെട്ട വേദിയിലെ ബഹുമാന്യരായ നേതാക്കൾ, തങ്ങളുൾപ്പെടെയുള്ള മഹത്തുക്കളായ നേതാക്കളെ, ഈ ശ്രേഷ്ഠമായ പരിപാടിയിൽ എത്തിച്ചേർന്ന സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പണ്ഡിതരെ, പ്രവർത്തകരെ, വളരെ കഠിനമായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടതെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു സാമൂഹ്യമായ നല്ലൊരു ചുറ്റുപാടും സമയവും സാഹചര്യവും ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്ന് നമ്മളിലെല്ലാം മുഴുവനായി എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെപ്പറ്റി ഗൗരവമായ ഒരു ചിന്ത നമുക്ക് ആവശ്യമാണ്. കാരണം നാം നേരിടുന്ന പ്രശ്നങ്ങളെ വൈകാരികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അതിനെ കാണാതെ വളരെ ദീർഘാടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയി ഒരു ഉത്തമ സമൂഹമായി നമുക്ക് മാറാൻ സാധിക്കും. 1980 ഇന്ത്യയിൽ ഇസ്ലാമിലേക്ക് വന്ന ഒരു സ്വാമി ഉണ്ടായി. നിങ്ങളൊക്കെ പേര് കേട്ടിട്ടുണ്ടാവും. സ്വാമി ശിവശക്തി സ്വരൂപ് മഹാരാജ ദാസ്യ എന്നാണ് അദ്ദേഹത്തിന്റെ തിരുനാമം. അദ്ദേഹം 1980 ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹം സ്വീകരിച്ച പേര് ഇസ്ലാമുൽ ഹഖ് എന്നാണ്. മറ്റൊരു പേരും സ്വീകരിക്കാതെ യഥാർത്ഥ മതം ഇസ്ലാം എന്ന അർത്ഥം വരുന്ന ഇസ്ലാമുൽ ഹഖ് എന്ന പേരാണ് സ്വീകരിച്ചത്. പേര് സ്വീകരിച്ചു. അദ്ദേഹം ഡോക്ടറായതുകൊണ്ട് ഡോക്ടർ ഇസ്ലാമുൽ ഹഖ് എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം ഡൽഹിയിൽ പോയപ്പോൾ അവിടെ 70-ൽ ചില്ലാനും വരുന്ന വിദേശ പത്രപ്രതിനിധികൾ അദ്ദേഹത്തെ വളർന്നു. അന്ന് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട 2-3 വർഗീയ ലഹള നടത്തി. ഒന്ന് മീറത്തിലും അതേപോലെ തന്നെ ആസാമിലെ ഡൽഹിയിലും. അതേപോലെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും വർഗീയ ലഹള വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇദ്ദേഹത്തെ വളഞ്ഞിട്ടുകൊണ്ട് 70 പത്രപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യവും വലാ തഹ്നൂ വലാ തഹ്സനൂ വഅൻതും അൽ-അഅ്ലാ. നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, നിങ്ങളാണ് ഏറ്റവും ഉന്നതം. ഈ ഒരു ആയത്തെടുത്തുകൊണ്ട് ഈ 70 ക്രൈസ്തവരായ വിദേശികളായ പത്രപ്രവർത്തകർ ഇസ്ലാമുൽ ഹഖിനോട് ചോദിക്കുകയാണ്, ഒന്നുകിൽ നിങ്ങളുടെ ദൈവം അല്ലാഹ് കളവ് പറഞ്ഞു, അതല്ലെങ്കിൽ ഈ പറയുന്ന സമുദായം നിങ്ങളല്ല വേറെ ഏതുമാണ്. കാരണം വലാ തഹ്നൂ വലാ തഹ്സനൂ, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട. ഈ ലോകത്ത് ഒരുപാട് മതങ്ങളും വിസകളും വിദ്യാശാസ്ത്രങ്ങളിൽ ഉണ്ടാവും. അതിലൊക്കെ വെച്ച് ഏറ്റവും ഉന്നതര് നിങ്ങളായിരിക്കും. മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കും, നിങ്ങളെ ബഹുമാനിക്കും, നിങ്ങളെ ശ്രേഷ്ഠമാക്കി വെക്കും. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് നിങ്ങളാണ്. അന്നത്തെ ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്. ഇന്ന് 2021 അതിനേക്കാൾ സങ്കീർണമായ ഒരു സാഹചര്യമാണ് നാം അനുഭവിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ദൈവം കളവ് പറഞ്ഞു, നിങ്ങളെ പ്രലോഭിപ്പിക്കുക ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി. അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ സമുദായം ഇതല്ല വേറെ ഏതുമാണ്. ഇത് ഇസ്ലാമുൽ ഹഖിനോട് ചോദിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അദ്ദേഹം ഹിന്ദുവാണ്, ഹിന്ദു പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം 3 മതത്തിലേക്ക് പോയതിനു ശേഷമാണ് 4ാമത്തെ മതമായ ഇസ്ലാമിലേക്ക് വരുന്നത്. അദ്ദേഹം ആദ്യം ബുദ്ധമതം സ്വീകരിച്ചു. അത് ശരിയല്ലെന്ന് കണ്ടപ്പോഴാണ് ജൈന മതത്തിലേക്ക് ചേക്കേറിയത്. അതും ശരിയല്ലെന്ന് കണ്ടപ്പോഴാണ് ക്രിസ്തു മതത്തിലേക്ക് വന്നത്. അവസാനം അദ്ദേഹം ക്രിസ്തു മതത്തെ പഠിച്ചു. ക്രിസ്തു മതത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പഠിച്ചു. ഇസ്ലാമിനെ പറ്റി 10-ൽ ചില്ലാനും പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകത്തെ വായിച്ചു തന്നെ പലരും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്.
അവസാനം അദ്ദേഹത്തിന് തോന്നി ഇസ്ലാം തന്നെയാണ് യഥാർത്ഥ മതം, അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഒന്നുകിൽ ഈ മതത്തിൽ നിന്ന് അദ്ദേഹത്തെ ചാടിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പൂർവ്വ മതത്തിലേക്ക് കൊണ്ടുപോകണം. ഇതായിരുന്നു ഈ വിദേശ പത്രപ്രവർത്തകരുടെ മനസ്സിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ തന്റെ മുന്നിലിരിക്കുന്ന മുസ്ലിങ്ങളായ 70 പത്രപ്രവർത്തകരോട് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ മറ്റേതെങ്കിലും മതഗ്രന്ഥത്തിൽ നിന്നോ അദ്ദേഹത്തിന് അതിന് മറുപടി പറയാൻ സാധ്യമല്ല. കാരണം അതിനെ വിശ്വസിക്കുന്നവരെല്ലാം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക്, അദ്ദേഹത്തിന്റെ അഗാധ പാണ്ഡിത്യത്തിൽ നിന്നോ അല്ലെങ്കിൽ അള്ളാഹു നൽകിയ പ്രത്യേകമായ കഴിവിൽ നിന്നോ ഒരു ചരിത്രം ഓർമ്മ വരികയും ബൈബിളിലെ മനോഹരമായ ഒരു ചരിത്രം, ഒരു കഥ. എന്റെ പ്രിയപ്പെട്ട SYSന്റെ പ്രവർത്തകരോട് ഞാൻ എന്റെ ക്ലാസ് എടുക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് പിന്നീടാവാം. ആമുഖമായി ഈ കഥ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഥയെ ആരംഭിക്കുക. മഹാനായ യേശു ക്രിസ്തു അവിടെ മതപ്രബോധനത്തിൽ വന്നു. ആദ്യം ആ രാജ്യത്തെ സമ്പന്ന വിഭാഗത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. അവരാരും ഇസ്ലാമിലേക്ക് വന്നില്ല, അഥവാ ക്രിസ്തു മതം സ്വീകരിച്ചില്ല അവരുടെ ഭാഷയിൽ. അവസാനം മുക്കുവന്മാരിടത്തേക്ക് പോകാൻ ദൈവ നിയോഗമുണ്ടായി, അഥവാ അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടായി. ഗലീലിയ കായലിലുള്ള മുക്കുവന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു. അവിടെ വെച്ച് അദ്ദേഹം മതപ്രബോധനം ചെയ്തപ്പോൾ ഏകദേശം 13 പേർ ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാം എന്ന് ഞാൻ പറയുകയാണ്, അവരുടെ ഭാഷയിൽ പരിശുദ്ധ മതത്തിലേക്ക് വന്നു. ഈ 13 പേർക്ക് മതപരമായ അറിവ് നൽകാനും മതബോധം നൽകുവാനും മതത്തിന്റെ അതിന് വരമ്പിനകത്തവരെ പഠിപ്പിച്ച് പരിശീലിപ്പിക്കാനും കടൽ കടന്ന് യേശു ഇക്കരെ വന്നിട്ട് മതപ്രബോധനത്തിലേക്ക് തിരിച്ചു പോകും. ഗലീലിയ കായൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സമുദ്രമാണ്. പാരാപാരം പോലെ പരന്നു കിടക്കുന്ന കടപ്പുറത്ത് കടലിന്റെ മുകളിലൂടെ പാണ്ടിയോ തോണിയോ ഒന്നുമില്ലാതെ കടലിന്റെ മുകളിലൂടെ നടന്നു വന്ന് 13 പേർക്ക് മതപ്രബോധനം നടത്തി ഇതേപോലെ തിരിച്ചു പോകും. ഇങ്ങനെ നിരന്തരം കടന്നപ്പോൾ ഒരു ദിവസം ഇവര് 13 പേരും ഒന്നിച്ചുകൊണ്ട് യേശുവിനോട് ആവശ്യപ്പെട്ടപ്പോ ഈ വിദ്യ ഞങ്ങൾക്ക് കാണിച്ചു തരാം. എന്ത്? കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്ന വിദ്യ. അവർ പറഞ്ഞു, പാടില്ല, ഞാൻ ദൈവദൂതനാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ദൈവം നൽകിയ ഒരു അത്ഭുത സിദ്ധിയാണിത്, നിങ്ങളത് ആവശ്യപ്പെടരുത്. പക്ഷെ അവർ നിരന്തരം ആവശ്യപ്പെട്ടു, ഒരുപാട് തവണ പറഞ്ഞു, ഒരുപാട് ദിവസം ആവശ്യപ്പെട്ടു. അവസാനം യേശു നിർബന്ധിതമായി ആ 13 പേരോട് യേശു പറഞ്ഞു, ഞാൻ 3 നിബന്ധന പറയും, അത് പാലിക്കാൻ കഴിഞ്ഞാൽ ഈ കടൽ കിടന്ന് നിങ്ങൾക്ക് മക്കളെ പോകാം. കടപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് 13 ആളെയും മുന്നിൽ നിർത്തിയിട്ട് പറയാണ്, 13 പേരോട് 3 നിബന്ധന പാലിക്കണം. 3 നിബന്ധന നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് അക്കരെ എത്താം. എന്ത് സാഹസപ്പെട്ടും അക്കരെ എത്തണമെന്ന അവരുടെ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ ഞങ്ങൾ അത് അനുസരിക്കുമെന്ന് പറഞ്ഞപ്പോൾ 1ാമത്തെ നിബന്ധന യേശു പറയുന്നത് എന്താ അറിയോ? ദൈവനാമം ചൊല്ലി വലതുകാലം വെച്ച് കടലിലേക്കാണ്. വളരെ സിമ്പിൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വലതുകാലം വെച്ച് ഇറക്കണം. ആര് കേട്ടാലും വളരെ ലളിതമാകുന്ന ഈ ഒരു പരിപാടി ഏതൊരാൾക്കും എളുപ്പമാണ്. അവർ പറഞ്ഞു, ഓക്കെ, ഞങ്ങളത് സ്വീകരിച്ചു. 2, എന്റെ പിറകിലേ നടക്കാം. ഞാൻ കടലിൽ മുന്നിൽ നടക്കും, 13 പേരും എന്റെ വേഗത്തിൽ ഉണ്ടാകാവും, എന്നെ ഓവർടേക്ക് ചെയ്യും. സ്വാഭാവികമായും അതിൽ ലളിതമാണ്. കാരണം വഴി അറിയുന്നത് യേശുവിന് മാത്രം. വഴി അറിയാത്ത 13 പേർ എന്തായാലും പിറകിലേ നടക്കൂ. 3ാമത്തത് എന്റെ പേരടിയെ നോക്കാം, വേറെ എവിടെയും ശ്രദ്ധിക്കും. അതും വളരെ ലളിതം. കാരണം കടലിൽ എവിടെ നോക്കാൻ? കടലിൽ വെറും മാനം മാത്രമേ ഉള്ളൂ, പാരാണല്ലോ കടൽ. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ സമ്മതിച്ചു. 13 ആളും സമ്മതിച്ചപ്പോൾ 1ാമനായി യേശു മുന്നോട്ടറിയും. വിസ്മി ചൊല്ലി മുന്നോട്ട് നടന്നപ്പോൾ അതിന്റെ വേട്ടിൽ 13ാമനിൽ 1ാമൻ വേട്ടിൽ നടന്നു. 13 പേരും മദ്രസ വിട്ട് കുട്ടികൾ വീട്ടിലേക്ക് ക്യൂ ആയിട്ട് പോകുന്നത് പോലെ ക്യൂ ആയിട്ട് പോവുകയും ഈ കടലിന്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് ഇതൊരു കടലിന്റെ മുകളിലാണെന്നുള്ള യാതൊരുവിധ ഒരു രീതിയും ഉണ്ടായില്ല. ഇപ്പോൾ ഇവിടെ കണ്ട ഈ ഒരു ടൈൽസ് ഇട്ട ഇതിന്റെ ഒരു അരവിൽ നിന്നാൽ ചിലപ്പോൾ ചെറിയൊരു തടസ്സം നമുക്ക് കാണിട്ടുണ്ടായേക്കാം. അതുപോലുമില്ല. റബ്ബറൈസ് ചെയ്ത റോഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിന് തുല്യമായി ഈ റോഡിന്റെ മുകളിലൂടെ അവർ നടക്കുകയാണ്. അവരാണെങ്കിലോ യേശുവിനെ മാത്രമേ നോക്കുന്നുള്ളൂ. വളരെ നിശബ്ദമായി
13 പേരും കൂടെ യേശുവും ഇങ്ങനെ നടക്കുമ്പോൾ ഏകദേശം പകുതി കഴിഞ്ഞപ്പോൾ 13-ാമന്റെ മനസ്സിൽ ഒരു സംശയം വന്നു. നാം കടലിന്റെ മുകളിൽ തന്നെയാണെന്നാണ്. ഈ സംശയം നിരന്തരമായി വന്നപ്പോൾ 12-ാമിലേക്ക് അവന്റെ സംശയം കൈമാറി. നാം കടലിന്റെ മുകളിൽ തന്നെയാണോ നടക്കുന്നത്? 12-ാമൻ പറഞ്ഞു, നിനക്കെന്ത് സംശയം? നിനക്കെന്ത് സംശയം? നാം കടലിന്റെ മുകളിൽ തന്നെയാണ് നടക്കുന്നത്. യേശു പറഞ്ഞിട്ടില്ലേ കടലിന്റെ മുകളിൽ തന്നെയാണ് നടക്കുന്നത്? നിനക്കെന്തേ സംശയം? അപ്പോൾ ഇവന്റെ സംശയം വീണ്ടും വരികയാണ്. ഇവർക്ക് യക്കീന് ഉറപ്പ് വരുന്നില്ല. പിന്നെയും സംശയം കൂടിയാണ്. നമ്മുടെ യേശുവിനെ പറ്റി നാട്ടുകാരെന്തൊക്കെയാ പറയുന്നത്? എന്താ പറയുന്നത്? നോട്ടം വിടാതെ ഇങ്ങനെ പറയാൻ എന്താ പറയുന്നത്? അദ്ദേഹം മാരണക്കാരനാണ്, ജാലവിദ്യക്കാരനാണ്, അദ്ദേഹം കൺകെട്ടുകാരനാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മുടെ യേശു അതിൽപ്പെട്ടയാളാണോ എന്ന് 12-ാമനോട് വീണ്ടും ചോദിക്കും. 12-ാമൻ പറഞ്ഞു, എനിക്കതിൽ യാതൊരു സംശയവുമില്ല, നാം കടലിന്റെ മുകളിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ 12-ാമനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് 13-ാമനോട് തോന്നി. നടത്തം വളരെ ജോറായി. ഏകദേശം പകുതി കഴിഞ്ഞു, കാൽഭാഗം കഴിഞ്ഞു, കരയിലേക്ക് അടുക്കുന്നു. യേശു ഏകദേശം കരയിലേക്ക് കടക്കാൻ വേണ്ടി പോകുമ്പോൾ അവൻ ഒരു യക്കീൻ ഉറപ്പിന് വേണ്ടി ഞാൻ പുഴയിലെ കടലിൽ തന്നെയാണ്, വെള്ളത്തിന്റെ മുകളിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ആരോടൊന്നും പറയാതെ കാണുന്നു. എന്താ സംഭവിച്ചതെന്നറിയോ? അവരുൾപ്പെടെ 13 പേരും ഗലീലിയ കായലിൽ മുങ്ങിച്ചത്. ഒരാളാണെങ്കിൽ അതിനൊരു യുക്തിയുണ്ട്. കാരണം ഓന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവനോട് അനുബന്ധമായി വളരെ പരിശുദ്ധരായ 12 13 പേര് മുങ്ങിച്ചത്. ഞാൻ ഈ കഥ പറയുമ്പോൾ തന്നെ എന്തിനാണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിൽ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ മാറി നിന്നാൽ മാത്രം പോരാ, നമ്മളെല്ലാരും കൂടി ഒന്നിച്ചായിട്ട് പോവുക എന്നൊരു ചിന്ത ഇപ്പോഴത്തെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഈ 13 ആളും ഗലീലിയ കായലിൽ നിന്ന് ചത്തു. കരയിലേക്ക് യേശു കയറി. യേശുവിന്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു. അതല്ല വിഷയം. ഈ സംഭവം ആരാ പറയുന്നത്? അതുപോലെ ഡോക്ടർ ഇസ്ലാമിലെ ഹക്ക് ആരാ പറയുന്നത്? തന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ പോലെ 70 പത്രപ്രതിനിധികളോടാ പറയുന്നത്. എന്നിട്ട് ഈ കഥ പറഞ്ഞിട്ട് 70 പേരോട് ചോദിക്കുകയാണ്, ഈ കാര്യത്തിൽ യേശു തെറ്റുകാരനാണെന്ന് നിങ്ങൾ പറയുന്നു. യേശുവിന്റെ ദൈവം തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ദൈവത്തിന്റെ പ്രമാണമായ ബൈബിളിൽ തെറ്റായ ഒരു കഥയാണ് കൊടുത്തത് എന്ന് നിങ്ങൾ പറയുമോ? ഈ 3 ചോദ്യത്തിന് 70 പേരും പറഞ്ഞില്ല. എന്തേ കാരണം? 3 നിബന്ധന പാലിക്കാൻ പറഞ്ഞു. ഒന്നെങ്കിൽ എല്ലാം പാലിച്ചെങ്കിലും ഒരാളെങ്കിലും ഒരു നിബന്ധന ലംഘിച്ചു. അതിന്റെ ദുരന്തഫലം എല്ലാവരും അനുഭവിച്ചു. അതിൽ യേശു തെറ്റുകാരനല്ല, യേശുവിന്റെ ദൈവം തെറ്റ് ചെയ്തിട്ടില്ല, ബൈബിളിൽ തെറ്റായ ഒരു കഥയല്ല പറഞ്ഞത്. ഉടനെ തന്നെ വർദ്ധികമായ ആവേശത്തോടെ യേശു പറയുന്നയാള് ഇസ്ലാമിൽ ഹക്ക് പറയുകയാണ്. കണ്ടോ? എന്റെ സമുദായം ഇവിടെ മുങ്ങിച്ചാകുന്നുവെങ്കിൽ എന്റെ ഖുർആൻ തെറ്റുകാരനല്ല. എന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഈ ഉമ്മത്തിനെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ 2 കാര്യം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് തിരുവചനമാണ്. നിങ്ങൾ അരപ്പല്ലുകൊണ്ട് കഴിച്ചു പിടിക്കണം. ഒരുപാട് കലകൾ നിങ്ങൾ കാണും. ഒരു പെരടിയും നിങ്ങൾ നോക്കരുത്. എന്റെ പെരടി മാത്രമേ നോക്കാം. നിങ്ങൾ വളരെ അച്ചടക്കമുള്ള ഒരു സമുദായമായി തീരണം. അനുസരണമുള്ള ഒരു സമുദായമാകണം. എന്റെ പെരടിയല്ലാതെ വേറൊരു പെരടിയെ നിങ്ങൾ നോക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു. പക്ഷെ അവർ പെരടി വിട്ടു. പ്രവാചകന്റെ പെരടി വിട്ടു. അവർ സമ്പത്തിന്റെ, പ്രതാപത്തിന്റെ, മറ്റു അലങ്കാരത്തിന്റെ, ഭൗതികമായ സുഖത്തിന്റെ, മറ്റു എല്ലാ പെരടികളിലേക്കും നോക്കിയപ്പോൾ യഥാർത്ഥ പെരടി നോക്കാതിരുന്നപ്പോൾ ഗലീലിയ കായലാകുന്ന ഈ ലോകത്ത് എന്റെ ഉമ്മത്ത് മുങ്ങിച്ചാകുന്നുവെങ്കിൽ ഇവിടെ എന്റെ പ്രവാചകൻ തെറ്റുകാരനല്ല, എന്റെ ഇസ്ലാം തെറ്റുകാരനല്ല, എന്റെ ഖുർആൻ തെറ്റല്ല പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ വളരെ വിരുദ്ധരായി ഈ 70 പേരും ഇറങ്ങിപ്പോയി എന്നാണ് ചരിത്രം. ഈ ഒരു കഥ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നത് എന്തായോ? നാൾക്കുനാൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും തന്നെ അത് ഏതെങ്കിലും ഒരു കാലത്ത് അത് ഇല്ലായ്മ ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ട സമൂഹത്തിന്റെ അത് സത്യസന്ധമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്താൽ തീരും. ഏതെങ്കിലും ഒരു ചാനലിൽ പോയി അവരും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയലോടുകൂടി അവർ ഉൾവലിയും എന്നൊന്നുമില്ല.
അതൊന്നും അവരുണ്ടാക്കിയതുമല്ല. അവരുണ്ടാക്കിയതാണോ ഈ ശത്രുക്കളെ? ഇവിടെ ബിഷപ്പായാലും ആരായാലും ഇവരൊക്കെ ഏത് ശത്രുവാണ്? ആരാണ് നമ്മുടെ മുകളിൽ അവരെ നിർത്തിയത്? അല്ലാഹുവാണ്. ഒരു സമുദായത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തണോ, അവര് സ്വയം മാറുന്നത് വരെ അല്ലാതെ ഞാൻ ഒരു മാറ്റവും വരുത്തില്ല. അങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ ഒരു കഥ ഒരുപാട് മനസ്സിന്റെ അകത്ത് നാം നേരിടുന്ന പ്രതിസന്ധിയുടെ, പ്രശ്നത്തിന്റെ, പ്രയാസത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ തരുന്നുണ്ട്. നമ്മൾ ഇരുന്ന് ഏതെങ്കിലും ഒരു മദ്രസ ഹാളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീറ്റിംഗ് റൂമിലോ ഇരുന്നിട്ട് നാം നേരിടുന്ന പ്രതിസന്ധിയെ, പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ പലതും പറയാം. ഒരു കൂട്ടര് പറയുന്നു വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് നമ്മൾ എത്തിയിട്ടില്ല, അതുകൊണ്ട് വിദ്യാഭ്യാസപരമായ മുന്നോക്കാവസ്ഥ വേണം, എന്നാലേ നന്നാവൂ എന്നൊരു കൂട്ടം. നമ്മൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം നേടണ്ട എന്നല്ല, അത് അടിസ്ഥാന പ്രശ്നമാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെ ഒരളവ് വരെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നത് വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും അതിലൂടെ നേടിയ വിദ്യാഭ്യാസത്തിലൂടെ നാം നേടിയ ഉദ്യോഗത്തിലൂടെയുമാണ്. അതിന് ഞാൻ അവഗണിക്കുന്നില്ല. വിദ്യാഭ്യാസപരമായ പുരോഗതിയാണ് അടിസ്ഥാനപരമായി മുസ്ലിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്നു. എല്ലാവരും അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുന്നു. ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതാണോ പ്രശ്നം? അത് പ്രശ്നമാണ്. അതാണോ പ്രശ്നം? എങ്കിൽ അത് മാത്രമല്ല പ്രശ്നം. അപ്പോഴാണ് രണ്ടാമത്തെ കൂട്ടിൽ വരുന്നത് സാമ്പത്തിക പ്രശ്നമുണ്ട്. നമുക്ക് നാം സാമ്പത്തികമായി വളരെ പിന്നിലാണ്. ഇന്ത്യയെ 70-ൽ പരം വട്ടം വിലക്കെടുക്കാൻ പറ്റുന്ന വലിയ വലിയ സമ്പന്നർ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. 575 കോടി 5000 ചില്ലാനും കോടി രൂപയാണ് നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിന് പറഞ്ഞിട്ടുള്ളത് 90 വർഷത്തേക്ക് പാട്ടെടുക്കാൻ. ഇവിടെ ആളുകൾ ക്യൂവിലാണ്. അങ്ങനെ ഇന്ത്യയിൽ തന്നെ വിലക്ക് വെച്ചു കൊടുത്താൽ 70 തവണ അത് വിലക്കെടുക്കാൻ പറ്റുന്ന പണക്കാർ ഇന്ത്യയിലുണ്ട്. ടാറ്റയുണ്ട്, ഗോയങ്കയുണ്ട്, ഭക്തിയാറുണ്ട്, അതേപോലെ തന്നെ റിലയൻസ് ഉണ്ട്, അംബാനി ഉണ്ട്, ആദാനി ഉണ്ട്. അവരൊക്കെ കോടികളുടെ മുതലുള്ളവരാണ്. പക്ഷെ അതിലൊന്നും ഒരാൾ പോലും മുസ്ലിം നാമത്തിലുള്ളവരില്ല. അതുകൊണ്ട് നാം വിദ്യാഭ്യാസം പോലെ തന്നെ സമ്പത്ത് ഒരു പ്രശ്നമാണ്. സാമ്പത്തിക മുന്നോക്കാവസ്ഥയുണ്ടായാലേ സമുദായം രക്ഷപ്പെടും. ശരിയാണ്, നമുക്ക് സമ്പത്ത് വേണം. വിനിമയം ഉണ്ടായിടത്തെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ ചിലപ്പോഴൊക്കെ പിടിച്ചു കെട്ടാൻ സമ്പത്ത് കൊണ്ട് സാധിക്കും. ഞാൻ അതിനെ അവഗണിക്കുന്നില്ല. മൂന്നാമതൊരു കൂട്ടർ പറയുന്നു, നമുക്ക് രാഷ്ട്രീയപരമായ ശക്തി വേണം. രാഷ്ട്രീയ ശക്തി വേണം, ഭരണ പങ്കാളിത്തം വേണം. ആവശ്യമായ കാര്യങ്ങളൊക്കെ സമുദായത്തിന് നേടിക്കൊടുക്കണമെങ്കിൽ ഭരണം നിർബന്ധമാണ്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഭരണം കൊണ്ടുണ്ടാകുന്ന നേട്ടം ശരിക്കും ബോധ്യപ്പെട്ടവനാണ് ഞാൻ. രാഷ്ട്രീയ ക്ലാസുകളിൽ ഭരണത്തിന്റെ അനിവാര്യത ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ചിലപ്പോൾ അസീസ് മാഷൊക്കെ അത് 1000 ആവർത്തി പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അതുകൊണ്ട് അതിനെ അവഗണിക്കുന്നില്ല. രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം, രാഷ്ട്രീയ സംഘടന വേണം, ഭരണം നമുക്ക് വേണം. പക്ഷെ അത് മാത്രമാണോ പ്രശ്നം? ഉരുടൻ ആനയെ കണ്ടതുപോലെ ഓരോന്നിനെയും വിളിച്ച് ഇന്നതാണെന്ന് പറയുന്നതിന് പകരം അതിന്റെ അപ്പുറത്ത് നമ്മുടെ അടിസ്ഥാന പ്രശ്നം വേറെ എന്തോയാണ്. ആ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക എന്നതാണ് SYS നിർവഹിക്കേണ്ടത്. എന്താണ് നമ്മുടെ പ്രശ്നം? ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാണ് ഫലസ്തീനിലെ മുസ്ലിങ്ങൾ. എന്നിട്ടും 18 ലക്ഷം ജനങ്ങൾ നാടില്ലാതെ നഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള രാജ്യമാണ് ഗൾഫ് രാജ്യം. ബ്രൂണൈ സുൽത്താൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടു. എന്നിട്ടും സമ്പത്ത് നമുക്ക് ഉപകരിക്കപ്പെട്ടില്ല. രാഷ്ട്രീയപരമായി നോക്കിയാൽ 47 ഇസ്ലാമിക രാജ്യമുണ്ട് നമുക്ക്. ഇന്ത്യയിൽ പോലും ഒരു ഹിന്ദു രാജ്യമല്ല. ഒരു പക്ഷേ ഏതെങ്കിലും ചെറിയ ചെറിയ രാജ്യമേ ഉണ്ടാവും. ആഗോളാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ക്രൈസ്തവർക്ക് ഒറ്റ തിബത്ത് എന്ന് പറയുന്ന രാജ്യമല്ലാതെ വേറൊരു രാജ്യമില്ല. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ അപ്പുറത്ത് നമുക്ക് എന്തോ വേറെ നഷ്ടപ്പെട്ടിരിക്കും. അത് തിരിച്ചു കൊണ്ടുവരണം. എന്താണ് അവർ പറയുന്നത്? രണ്ട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും. ഒന്ന് അടങ്കരമായ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അധിഷ്ഠിതമായ കാരണം എന്ന് പറയുന്നതിന് ശേഷം മുമ്പിനായിട്ടില്ല.
നിങ്ങൾ മുമ്പിലാവണം എന്ന് ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞുപോയ തലമുറയിൽ ഇസ്ലാമിക പാഠം നമുക്കറിയാം. ഖുർആനിൽ പരിശോധിച്ചാൽ എല്ലാ തലമുറയുടെയും ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്. ആ തലമുറയുടെ ഒക്കെ ചരിത്രത്തിന്റെ അരോഗതിയെ പറ്റി പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിലേക്ക് ഞാൻ ഒടുക്കുകയാണ്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. നിങ്ങൾ പൂർവിക സമൂഹം പോലെ അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളും ആവരുത്. അങ്ങനെ മറന്നുപോയാൽ നിങ്ങളെയും അള്ളാഹു മറക്കും. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു വലാ തകൂനു കല്ലദീന തഫറഖു. സത്യം വന്ന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം പരസ്പരം ഭിന്നിച്ച് കലഹിച്ചവരെ പോലെ നിങ്ങൾ ആവരുത്. അങ്ങനെ കലഹിച്ചു പോയാൽ നിങ്ങളുടെ പീസ്. ഈ അനന്തര വിശ്വാസവും ആത്മാർത്ഥമായ കർമ്മപ്രവർത്തനവും സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്ന് നമുക്ക് സാധിക്കുന്നുവോ അന്ന് മാത്രമേ ഈ ഉമ്മത്ത് രക്ഷപ്പെടൂ. SYS എന്ന് പറയുന്ന മതസംഘടന അതിനെ ഒഴിവാക്കുക. അങ്ങനെ വർദ്ധിക്കുന്ന ഒരു സംഘത്തിന് എന്ത് വേണം? ഇതാണ് നമുക്ക് അടുത്ത ചർച്ച. ഇൻഷാ അല്ലാഹ് മറ്റേതെങ്കിലും അവസരത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം. അല്ലാഹു നമ്മെ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കേവലം ഒരു വൈകാരിക മുന്നേറ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സംഘടന എന്ന് പറയുന്ന വൃത്തത്തിന്റെ അകത്ത് നിൽക്കാതെ എന്താണ് SYS, എന്താണ് സമസ്ത, എന്തിനാണ് എന്ന് ശരിയായ അവബോധം മനസ്സിന്റെ അകത്ത് തട്ടി അതിനുവേണ്ടി നിരന്തരമായ പരിശ്രമം നടത്തി നാളെ പരലോകത്തിൽ വെച്ച് നിന്റെ ദീനിന്റെ പരിപോഷണത്തിന് ഞാൻ ഇന്നുന്ന പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് നീ സ്വർഗപ്രവേശനത്തിന് കാരണമാക്കണം എന്ന് പറഞ്ഞാൽ അത് പഠിച്ചവരെ അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു അപേക്ഷയെ മാറും വിധം നാം രംഗത്തേക്ക് വരണം. അനുഗ്രഹിക്കട്ടെ. ഈ ഒരുമിച്ച് കൂടൽ നമ്മളിൽ നിന്ന് സാരിയായ അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പരിശുദ്ധമായ സ്വർഗത്തിലും എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാൻ ചെയ്യട്ടെ. ഈ ഉമ്മത്ത് എല്ലാ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള അനുഗ്രഹം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, സ്നേഹിതന്മാർ, പണ്ഡിതന്മാർ, മശായിഖ്മാർ, നമ്മുടെ സയ്യിദുമാർ, നേതാക്കൾ